കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയായിരുന്നു RCCയിലെ ഒളി ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് പരാതി കിട്ടിയിട്ടും കൃത്യമായ നടപടിയെടുക്കാതെ RCC ഒളിച്ചു കളിക്കുന്നു എന്നുള്ളത്. അതിലൊരു തുടർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. തിരുവനന്തപുരം RCCയിലെ ഒളി ക്യാമറ വിവാദത്തിൽ ജീവനക്കാരുടെ പരാതി ആശുപത്രി ഡയറക്ടർ ഗൗരവത്തിലെടുത്തില്ല എന്നാണ് ആരോപണം. 3 മാസമായിട്ടും പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടായില്ല. മെഡിക്കൽ കോളേജ് മുൻ വാർഡ് കൌൺസിലർ G. ശ്രീകുമാർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും മറുപടി ലഭിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ജീവനക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തിയ സഹപ്രവർത്തകന് തല്ലിന് പകരം തലോടൽ എന്ന പോലെയാണ് RCC ആശുപത്രി ഡയറക്ടറുടെ നടപടി. ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാൻ മടിച്ച മാനേജ്മെന്റ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിലാണ് രാജേഷ് KRനെ ലാബിൽ നിന്ന് ക്യാഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയത്. കടുത്ത നടപടിയെടുക്കേണ്ട വിഷയമായിട്ടും ഇത്തരമൊരു സമീപനം ഡയറക്ടർ സ്വീകരിച്ചതിൽ ജീവനക്കാർക്ക് അതൃപ്തിയുണ്ട്. രാജേഷിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് പ്രധാന ആവശ്യം. മെഡിക്കൽ കോളേജ് മുൻ വാർഡ് കൌൺസിലർ G. ശ്രീകുമാർ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന ചോദ്യവും പരാതിക്കാരനുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന നിയമങ്ങൾ നിലനിൽക്കവേ ഇതൊന്നും തന്നെ അധികാരികളുടെ നിയമപരമായുള്ള നടപടിക്രമങ്ങൾ പാലിക്കുവാൻ ഡയറക്ടർ ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ ഡയറക്ടറാണ് ഈ കുറ്റം മറയ്ക്കുന്നതിനും ഒളിക്കുന്നതിനും ഉള്ള എല്ലാ പിന്തുണയും കൊടുത്തത്. മാസങ്ങളോളം പരാതി പൂഴ്ത്തിവെച്ച ഡയറക്ടർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. RCCയിലെ 9 വനിതാ ജീവനക്കാരാണ് ഒളിക്യാമറ വിവാദത്തിൽ പരാതി നൽകിയത്. നടപടിയുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് ജീവനക്കാരും പ്രതിപക്ഷ സംഘടനകളും വ്യക്തമാക്കി. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം.